എസ് ലല്ലു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലല്ലു, ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ ക്രെഡിറ്റ് മുഴുവൻ ഏറ്റെടുക്കാൻ നേരം ആദ്യം തന്നെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ഞങ്ങളല്ലല്ലോ നിർമ്മാണം നടത്തിയത്, നിർമ്മാണത്തിലെ വീഴ്ചയല്ലേ, അതിന് എന്ത് ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടത് എന്ന ചോദ്യം ഉന്നയിക്കുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? അങ്ങനെ കൈകഴുകി മാറിയിരിക്കാൻ സർക്കാരിന് സാധിക്കുമോ? അതെ, ഈ ദേശീയപാത നിർമ്മാണത്തിനിടെ തകർന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം തരാൻ കഴിയും. ഇന്നലെയാണ് കൊല്ലത്ത് LDF റാലിയിൽ മുഖ്യമന്ത്രി പറയുന്നത് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു, അതിൽ നമ്മുടെ ഉത്തരവാദിത്വം അവസാനിക്കുകയാണ്, ഇതിന്റെ ഡിസൈനിങ്ങും നിർമ്മാണവും മുഴുവൻ ദേശീയപാതയാണ്. ഇത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഒരു പ്രശ്നം, ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ നടക്കുന്ന മത്സരമാണ്. നമുക്കറിയാം, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭരണനേട്ടങ്ങളിലൊന്നായി ദേശീയപാത ഉയർത്തിക്കാട്ടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും LDF നടത്തിയിരുന്നു എന്ന് വ്യക്തമാണ്. LDFന്റെ മറ്റേ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ മുഴുവൻ ഈ പൂർത്തിയായ ഓരോ റോഡുകളുടെയും റീച്ചുകൾ ഉയർത്തിക്കാട്ടി വളരെ വലിയ പ്രചാരണം. മന്ത്രി മുഹമ്മദ് റിയാസ് വളരെ വ്യക്തമായി എപ്പോഴും പറയുന്നത്, ഞങ്ങളുടെ ഒരു മോണിറ്ററിംഗ് എപ്പോഴും ഈ നിർമ്മാണത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സംയുക്തമായ ഒരു മേൽനോട്ടം ഈ റോഡ് പണിയുടെ മേൽ ഉണ്ടാകും എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇന്നലെ രാത്രിയാണ് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ അഭിപ്രായമായി മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ഫേസ്ബുക്ക് വീഡിയോ പുറത്തു വന്നത്. അതിൽ പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ല എന്നാണ്. ഇതാണ് ഇത്രയും ദിവസം എടുത്തുകൊണ്ടിരുന്ന നിലപാടിൽ നിന്നും നേരെ വ്യത്യസ്തമായ ഒരു നിലപാട് ഈ ദേശീയപാത തകർന്ന ഘട്ടത്തിൽ എടുത്തതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. തീർച്ചയായും ഇപ്പോൾ ഈ പറയുന്ന ന്യായത്തിന് ഒരു യുക്തിയുമില്ല എന്ന് നമുക്കറിയാം. പിന്നെ അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷം ഇതൊരു സുവർണാവസരമായി എടുത്തിരിക്കുന്നതാണ്. സ്വാഭാവികമാണ്, ഇത്തരം ഒരു വിഷയം വന്നാൽ പ്രതിപക്ഷം അതിന് തീർച്ചയായും അത് രാഷ്ട്രീയപരമായി അതിനെ എടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ കോട്ടയായ മലപ്പുറത്താണ് ഇത്തരം ഒരു സംഭവം നടന്നിരിക്കുന്നത്. രാഷ്ട്രീയമായി തന്നെ അവർ എടുക്കും. കാരണം അതുപോലുള്ള അവകാശവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ കുറെ നാളുകളായി LDF ഈ വിഷയത്തിൽ എടുത്തുകൊണ്ടിരുന്നത്. ഒരു അഭിമാന പദ്ധതി എന്നുള്ള നിലയിൽ ദേശീയപാതയെ അവതരിപ്പിച്ചപ്പോൾ ഈ ഒരു തിരിച്ചടി ഒരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷ ഉണ്ടാവില്ല. നേരത്തെ തന്നെ ഈ നമ്മുടെ കേരളത്തിനും വടക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ മണ്ണ് ഉറപ്പുള്ള സ്ഥലങ്ങളിലും ഒരേ ഡിസൈൻ പ്രായോഗികമാകില്ലാത്ത തരത്തിലുള്ള പല വിമർശനങ്ങളും പല ഭാഗത്തുനിന്നും ഉണ്ടായതാണ്. പല സ്ഥലങ്ങളിലും ദേശീയപാതയുടെ നിർമ്മാണത്തെ പറ്റി നാട്ടുകാരുടെ പരാതി ഉണ്ടായതാണ്. അപ്പോഴെല്ലാം ഇത് ഇടപെടാതെ മാറി നിൽക്കുകയും ഇത് പൂർത്തിയാകുമ്പോഴും ഞങ്ങളുടെ അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാട്ടുകയും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അത്തരമൊരു നിലപാടിൽ നിന്ന് LDFന് പിന്നോക്കം പോകേണ്ടി വന്നു എന്നത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. എത്രയും വേഗം പൂർത്തീകരിക്കാന്നുള്ളൊരു തിടുക്കമായിരുന്നു ഒരു പക്ഷേ മുന്നിൽ ഉണ്ടായിരുന്നത്, അല്ലേ? തീർച്ചയായും 2025 ഡിസംബറോടുകൂടി ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് ആത്മവിശ്വാസത്തിലായിരുന്നു CPM. നമുക്കറിയാം, 2026 വളരെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോവുകയാണ്. തുടർഭരണം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന LDFന് ഏറ്റവും മികച്ച പദ്ധതികളൊന്നായി, ഏറ്റവും അഭിമാന പദ്ധതികളൊന്നായി ഉയർത്തിക്കാട്ടാൻ ദേശീയപാതനെയായിരുന്നു എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ദേശീയപാത നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത് 20,000 കോടി രൂപ ചെലവാക്കി സ്ഥലം ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു. നോക്കൂ, UDF സത്യമാണ്. കാരണം UDF കാലത്ത് അവർ പറഞ്ഞ, അല്ലെങ്കിൽ UDFന്റെ തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുകയും ദേശീയപാത യാഥാർത്ഥ്യമാക്കാൻ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ പറ്റിയത് ഈ ദേശീയപാതയുടെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ തീരുമാനിച്ചതും, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ കൂടി സന്തതിയാണ്, ഞങ്ങളുടെ കൂടി കുട്ടിയാണെന്ന മട്ടിൽ പ്രചരണം നടത്തുകയും ഈ തകർച്ച വന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ദിവസത്തിന് ശേഷമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായി. ഇപ്പോഴും സംസ്ഥാന സർക്കാർ എന്ത് നിലപാടാണ്, എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചെന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. മുഖ്യമന്ത്രി കത്തെഴുതിയിട്ടുണ്ട് എന്ന് ഇന്നലെ പൊതുമരാമത്ത് മന്ത്രി പറയുന്നു. തീർച്ചയായും ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ സുരക്ഷയുടെയും ജീവന്റെയും ഒക്കെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായ ഒരു സംഗതിയാണെന്നിരിക്കുകയും വളരെ ഗൗരവമായി തന്നെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതാണ്. തീർച്ചയായും ഞാൻ ലല്ലുവിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ടോണി മാത്യു, ഇപ്പോൾ നോക്കൂ, കേരളത്തിന്റെ ഒരു പ്രകൃതി അതിതീവ്ര മഴ പെയ്യുന്ന, അതിതീവ്ര ചൂടുള്ള, അതോടൊപ്പം ഭൂഘടന നോക്കിയാൽ പുഴയും ചതുപ്പ് സ്ഥലങ്ങളും മലകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രകൃതിയാണ്. അവിടെ ഇത്തരത്തിലൊരു നിർമ്മാണം നടത്തുമ്പോൾ സ്വാഭാവികമായും മുന്നോടിയായി
പാലിക്കേണ്ട ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ ഡിസൈനിലടക്കം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ബേസിക്കായി നമ്മൾ പാലിക്കേണ്ടത്? അല്ല, ഒന്ന് കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി ഉണ്ടല്ലോ, ഒരു ഫൗണ്ടേഷൻ. നമ്മളൊരു റോഡ് ചെയ്തു പോകുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യേണ്ടത് ആ ഒരു എന്ത് ടൈപ്പ് സ്ട്രക്ചറാണ് വേണ്ടതെന്നുള്ളത് അതിന്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്യണം. അപ്പോൾ വളരെ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ ഡിസൈൻ സമയത്ത് ചെയ്യേണ്ടതാണ്. അത് ഇവിടെ എത്രത്തോളം ഉണ്ടായിട്ടുണ്ടെന്നുള്ള സംശയമാണ്. അത് ഇവിടെ മാത്രമല്ല, NHAയുടെ പല കോൺട്രാക്റ്റിലും ഈ പ്രശ്നമുണ്ട്. വൾണറബിൾ ആയിട്ടുള്ള ഭൂപ്രകൃതി ഉള്ളിടത്തൊക്കെ NHAയുടെ കൺസ്ട്രക്ഷൻ ഇപ്പൊ ഫെയിൽ ചെയ്യാണ്. ഇപ്പൊ ഹിമാചലിലൊക്കെ ഞാൻ ശരിക്കും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ എപ്പോഴും മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡും റോഡ് പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നത്. അപ്പൊ അത് ഇവിടെയും അത് തന്നെ ആവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നത്. ഒട്ടും തന്നെ പാഠം പഠിക്കാതെ വളരെ ഒരു കെയർലെസ് ആയിട്ടുള്ള ഡിസൈനും അതിന്റെ ഇംപ്ലിമെന്റേഷനും ഇപ്പം നടക്കുന്നത്. പിന്നെ കേരളത്തിൽ ഇപ്പം നമുക്കൊരു എക്സ്പേർട്ട് ആവണമെന്നൊന്നുമില്ല. ഇപ്പം ഡിസൈൻ ചെയ്ത് വരുന്ന റോഡിന്റെ ഡ്രെയിനേജ് നോക്കിയാൽ മതി. ഡ്രെയിനേജ് മെയിൻ 4 ലൈനുള്ള NHല് ഡ്രെയിനേജ് ഇല്ല അവിടെ. ആ ഡ്രെയിനേജ് എന്ന് പറയുന്നത് അവർ കൊടുത്തിരിക്കുന്നത് 20 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഹോളുകളാണ് ക്രാഷ് ബാരിയറിൽ. എന്നിട്ട് അത് നേരെ ചാടിക്കുന്നത് സർവീസ് റോഡിലേക്കും. ഇത്രയും പുവർ എഞ്ചിനീയറിംഗ് ഡിസൈൻ ഞാൻ വേറെ ഒരു നാഷണൽ ഹൈവേ റോഡിലും കണ്ടിട്ടില്ല, വേറെ ഒരിടത്തും അവർ ഇംപ്ലിമെന്റ് ചെയ്ത് കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മള് 2025 ഇങ്ങനെ ഒരു പുവർ ഡിസൈൻ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നത് അതൊരു ക്രിമിനൽ നെഗ്ലിജൻസ് ആയി എനിക്ക് തോന്നുന്നു. അവിടെയാണ് സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റിയത്. ഈ ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്ത് വന്നപ്പം എന്തുകൊണ്ട് നമ്മൾ ഇത് കാണാൻ സാധിച്ചില്ല? ഇതിപ്പോ കൺസ്ട്രക്ട് ചെയ്ത് തീർന്ന് കൺസ്ട്രക്ഷൻ സമയത്ത് സംസ്ഥാന സർക്കാരിന് യാതൊരു റോളും ഇല്ല. അത് ഗവൺമെന്റ് അവര് NHA അപ്പോയിന്റ് ചെയ്ത കോൺട്രാക്ടർ NHA എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിനെ പോയിട്ട് അതിനിടയിൽ കൂടെ അതിനെ മോണിറ്റർ ചെയ്യാനൊന്നും സംസ്ഥാന സർക്കാരിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഇല്ല. പക്ഷെ ഡിസൈൻ ഇത്ര ഫ്ലോപ്പി ആയിട്ട് ചെയ്തത് എന്തുകൊണ്ട് നമ്മൾ അറിയാതെ പോയി? നമുക്കിവിടെ PWD ഉണ്ട്, നമുക്ക് NATPAC ഉണ്ട്, നമുക്ക് PWD നാഷണൽ ഹൈവേസ് ഉണ്ട്, കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി ഉണ്ട്, എത്രയോ സംഘടനകൾ ഇവിടെ, എത്രയോ ഓർഗനൈസേഷൻ ഉണ്ട്. ഇവരൊക്കെ നിൽക്കുമ്പം എങ്ങനെ ഇത്രയും ഒരു പുവർ എഞ്ചിനീയറിംഗ് ഡിസൈൻ ഇവിടെ ചെയ്തു എന്നുള്ളതാണ് ശരിക്കും അതൊരു എല്ലാവരും ഡിബേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ ഇത്രയും ഇപ്പൊ സർവീസ് റോഡിന്റെ വിഡ്ത് എടുക്കുക. സർവീസ് റോഡ് ഇനി അങ്ങോട്ട് വളരെ മോശം അവസ്ഥയിലാവും. എല്ലാ വെഹിക്കിൾ അണ്ടർപാസിലും കൺജക്ഷൻ ആവും. സർവീസ് റോഡ് 2 ലൈൻ ആയിട്ട് ഡിസൈൻ ചെയ്യുന്നത് അതിന് വിട്ടില്ല. അപ്പൊ അവിടെയൊക്കെ നമ്മളൊരു പ്രശ്നം ഫേസ് ചെയ്യാൻ പോവാണ്. പെഡസ്ട്രിയൻസ് എവിടെ ഇറങ്ങും, എങ്ങനെ പോകും എന്നുള്ള, എങ്ങനെ ക്രോസ് ചെയ്യും എന്നുള്ള ഒന്നും ഒരു ധാരണ ഇപ്പൊ ഇല്ല. അവരൊക്കെ നമ്മൾ ഹൈ സ്പീഡിൽ ഒരു കോറിഡോർ ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി ചെയ്യുകയും ബാക്കിയുള്ള പ്രാദേശികമായിട്ടുള്ള യാതൊരു പരിഗണനകളും ഇവിടെ കാണിച്ചിട്ടില്ല. അതെങ്ങനെ കേരളം സമ്മതിച്ചു കൊടുത്തു എന്നുള്ളത് അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ഇത്രയും ഇങ്ങനത്തെ ഒരു ക്രിമിനൽ ഡിസൈൻ എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടെ സ്ലിപ്പായി പോയെന്നുള്ള ഒരു ശരിക്കും അതാ ഡിബേറ്റ് ചെയ്യേണ്ടത്. ഇതൊരു ലോക്കലൈസ്ഡ് കൺസ്ട്രക്ഷൻ പ്രോബ്ലം അല്ലെ ഡിസൈൻ പ്രോബ്ലം ആണോ? ഒക്കെ ഇത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. പക്ഷേ നമുക്ക് എങ്ങനെ ഇത്ര ഒരു മോശം ഡ്രെയിനേജ് സംവിധാനം ഇത്ര ഒട്ടുമില്ലാത്ത, കാൽനട യാത്രക്കാരെ തീരെ പരിഗണിക്കാത്ത ഒരു ഡിസൈൻ എങ്ങനെ നമുക്കിവിടെ വന്നു എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത്. അതൊരു നെഗ്ലിജൻസ് ആണ് ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളപ്പോഴും. അതെ, താങ്കൾ സൂചിപ്പിച്ചത് വളരെ വളരെ സുപ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രാദേശികമായിട്ടുള്ള ഈ